മമ്മൂക്ക ചിത്രം ബസൂക്കയെക്കുറിച്ചും മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മഞ്ഞുമ്മൽ ബോയ്സിനെ മലർത്തി അടിച്ചിരിക്കുകയാണ് ആടുജീവിതം. കേരള കളക്ഷനിൽ മഞ്ഞുമ്മൽ ബോയ്സ് നേടിയ 71.8 CR എന്ന കളക്ഷനാണ് ആടുജീവിതം എന്ന് പറയുന്ന ചിത്രം ഇന്നത്തോടു കൂടെ മറികടന്നിരിക്കുന്നത്. 71,80,00,000 രൂപയാണ് ആടുജീവിതം എന്ന ചിത്രം മറികടന്നിരിക്കുന്നത്. കേരളത്തിലെ കളക്ഷൻ മാത്രമേ പൊട്ടിക്കാൻ ആടുജീവിതം എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുള്ളൂ. മഞ്ഞുമ്മൽ ബോയ്സ് തീർത്ത വേൾഡ് വൈഡ് കളക്ഷന്റെ അരികിലെത്താൻ പോലും ആടുജീവിതം എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല. വേൾഡ് വൈഡ് കളക്ഷനിൽ ആടുജീവിതം 150 CR ടച്ച് ചെയ്തു. അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് വേൾഡ് വൈഡ് കളക്ഷനിൽ 230 കോടിക്ക് മുകളിലാണ് കളക്ഷൻ തീർത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 4ാം സ്ഥാനത്താണ് ആടുജീവിതം, 3ാം സ്ഥാനത്ത് ബാഹുബലി 73 CR, 2ാം സ്ഥാനത്ത് പുലിമുരുകൻ 78.50 CR, 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ 2018 എന്ന് പറയുന്ന സിനിമയാണ്. 89,50,00,000 രൂപയാണ് 2018 എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത്. ഒരു വർഷം മുന്നേ ഷൂട്ടിംഗ് ആരംഭിച്ച മമ്മൂക്ക സിനിമയാണല്ലോ ബസൂക്ക. ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും പുറത്തേക്ക് വരാത്തതിൽ നിരാശയും പ്രകടിപ്പിക്കുന്നുണ്ട് ആരാധകർ. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓണം റിലീസായിട്ട് ബസൂക്ക തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ ഓണം റിലീസുകളിൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത സിനിമയാവുകയാണ് ബസൂക്ക. മലയാള സിനിമയ്ക്ക് ഇതുവരെ കാണാത്ത, പരിചയമില്ലാത്ത ഒരു ജോണറാണ് ബസൂക്ക. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെന്റൽ മൂവി പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്നതിലുള്ള ആശങ്കയും ഫാൻസിനുണ്ട്. പരീക്ഷണങ്ങളുടെ തമ്പ്രാനായ മമ്മൂക്ക ഈ ഒരു ചിത്രവും വിജയിപ്പിച്ചെടുക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ആരാധകർക്കുണ്ട്. ആരൊക്കെ ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.